നമ്മളിൽ പല ആളുകളും പുതിയ വാഹനങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ടൂ വീലറാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഇൻഷുറൻസ് കിട്ടും. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് 5 വർഷത്തെ ഇൻഷുറൻസ് ആണ്. പുതിയ വാഹനങ്ങൾക്ക് 5 വർഷത്തെ, ടൂ വീലറിന് 5 വർഷത്തെ ഇൻഷുറൻസ് ആണ്. ഈ 5 വർഷത്തിൽ ആദ്യത്തെ 1 വർഷം ഫസ്റ്റ് ക്ലാസ്സും അതുപോലെ തന്നെ 4 വർഷം തേർഡ് പാർട്ടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 5 കൊല്ലത്തെ ഇൻഷുറൻസ് എന്ന് പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് ചിലപ്പോൾ പറഞ്ഞു തന്നത് കേൾക്കാതെ പോന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ആദ്യത്തെ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേർഡ് പാർട്ടി ആയിരിക്കും. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഫോർ തേർഡ് പേഴ്സൺ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രം ക്ലെയിം കിട്ടുന്നതിനാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ കവറേജ്, എന്നിട്ട് ആ വണ്ടിക്ക് നമുക്ക് ഫുൾ കവറേജ് ഇൻഷുറൻസ് കിട്ടുന്നതിനാണ് നമ്മൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആഡ് ഓൺ എന്നും ഇതിനെ പറയും. 2 പേരിലാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞതിന് 4 ദിവസം മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മൾ ആ ഡേറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുതിയ ഇൻഷുറൻസ് കമ്പനിയുടെ പുതിയ റൂൾ അനുസരിച്ചിട്ട് പുതിയതായിട്ട് നമ്മൾ ഇൻഷുറൻസ് ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ പുതുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലൈവ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മളെ എന്തെങ്കിലും നമ്മുടെ വാഹനത്തിനകത്ത് സ്ക്രാച്ചസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്സിന് നമുക്ക് ഇൻഷുറൻസ് എടുത്താലും ഇൻഷുറൻസ് കിട്ടാതെയായിട്ട് വരും. ഇങ്ങനെയുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 1 വർഷം കഴിയുന്നതിന് 4 ദിവസം മുന്നേ ആയിട്ട് നിങ്ങൾ ഇൻഷുറൻസ് പുതുക്കുക. കറക്റ്റ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. തേർഡ് പാർട്ടിയും അതുപോലെ തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുക. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.